ഗുരുജി, ഒരു സാധകൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് അവൻ സാധനയിലേക്ക് വരുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഒരു സാധകൻ നേരിടേണ്ടത് എന്ന് പറയുന്നത്? നമ്മളൊരു ചെസ്സ് കളിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, ചെസ്സ് കളിക്കുമ്പോൾ വെള്ളക്കരുക്കളും കറുത്ത കരുക്കളും ഉണ്ട്. അപ്പോൾ പടയാളികളെല്ലാം നിരത്തി വയ്ക്കുന്നു. അതിൻ്റെ പിന്നിൽ ആന, കുതിര, രാജാവ്, മന്ത്രി, ഇങ്ങനെ ക്രമത്തിൽ അടുക്കി വയ്ക്കുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പ് എന്താണ്? വളരെ ശാന്തമാണ്. കളിക്കളത്തിൽ എല്ലാവരും ശാന്തമായിരിക്കും. കളി സ്റ്റാർട്ട് ചെയ്ത് ഓരോ കരുക്കൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. എന്നാൽ നമ്മൾ അവിടെ പ്രശ്നം മാത്രമേ ഉള്ളൂ? ഇല്ല, സൊല്യൂഷനും ഉണ്ട്. ഓരോ കരുക്കൾ മുന്നോട്ട് പോകുമ്പോഴും അവിടെ അതെങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാം എന്നുള്ള ഒരു സൊല്യൂഷനും അവിടെ തെളിയുന്നുണ്ട്. ആ സൊല്യൂഷൻ കാണാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നം മാത്രം കാണുന്നത്. അത് എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു മുറി ചിന്തിക്കുക. നല്ല വൃത്തിയായിട്ടിരിക്കുന്ന മുറി. നമ്മളൊരു ചൂല് കൊണ്ടുവന്ന് ആ താഴെ ആ നിലം ഒന്ന് തൂത്ത് നോക്കൂ. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പൊടി അതെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കും. അപ്പോൾ വൃത്തിയാക്കാൻ നോക്കുമ്പോഴാണ് അവിടെ പലതും പൊന്തി വരുന്നത്. അത് ശരിക്കും ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മാത്രം ഉള്ള ഇതല്ല. പല ജന്മങ്ങളായിട്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ച് കൊണ്ടുവന്നിട്ടുള്ള പലതും അതിൽ നിന്ന് പൊന്തി വരും. ഒരു നല്ല കുളിച്ച് ശുദ്ധമായി ഒരു നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു വ്യക്തി വന്ന് നിൽക്കുന്ന സമയത്ത് ആ വസ്ത്രത്തിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് അഴുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യില്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ എത്രത്തോളം ക്ലിയർ ആവാൻ നോക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ഓരോ ഇഷ്യൂസുകൾ അവിടെ വരും. ഇത് സ്വാഭാവികമാണ്. ഇതിനെ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയണം, അതിനെ അതിജീവിക്കണം. അതിന് നമ്മളുടെ ഉള്ളിൽ എന്ത് വേണം? അതിൻ്റേതായുള്ള ആയുധങ്ങൾ വേണം. എന്താണ് അതിൻ്റെ ആയുധം? ശരിയായിട്ടുള്ള ആത്മജ്ഞാനം. ആത്മജ്ഞാനം നമ്മൾക്ക് അത് കിട്ടിയേ തീരൂ. എങ്കിൽ മാത്രമേ ഇത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫൈറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. എങ്കിലും തുടക്കക്കാരന് അതൊരു ഫൈറ്റിംഗ് തന്നെയാണ്. അവൻ അത് ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും.